കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയും ചാരിറ്റി പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്ത വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിയുമായി ഒരു പൊതുപ്രവർത്തകൻ. വയലിൽ മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വി അബ്ദുൽ ജലീലാണ് പരാതിയുമായി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയും ചാരിറ്റി പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്ത വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആ വ്യക്തിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി തരണമെന്നും ആവശ്യപ്പെട്ടാണ് പൊതുപ്രവർത്തകൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. 1952 മുതൽ മുക്കത്ത് പ്രവർത്തിക്കുന്ന മുക്കം മുസ്ലിം അനാഥശാലയുടെ സ്ഥാപക സെക്രട്ടറിയും ആധുനിക മുക്കത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന വയലിൽ മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനും മൊയ്തീൻ കോയ ഹാജിയുടെ മകനുമായ വി അബ്ദുൽ ജലീലാണ് പരാതിയുമായി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. ട്രസ്റ്റിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവശരും നിർധനരുമായ രോഗികളെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കുകയും മരുന്ന് വാങ്ങേണ്ടി വരുന്നവർക്ക് അത് വാങ്ങി നൽകുകയും ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് സൗജന്യ ഭക്ഷണ വിതരണം നടത്തുകയും ചെയ്യുന്ന പ്രവർത്തനം തുടരുന്നതിനിടെയാണ് ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചതിൻ്റെ പേരിൽ മുക്കം CHCയിലെ ഒരു ഡോക്ടറുടെ പകപോക്കലിനിരയായി കള്ളക്കേസിൽ കുടുങ്ങി കഷ്ടപ്പെടേണ്ടി വന്നതെന്ന് ജലീൽ പറയുന്നു. 2019 ജൂലൈ 18 രാവിലെയാണ് സംഭവം. ഓടത്തെരുവിൽ ഒരാൾ റോഡിൽ വീണ് കിടക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ട്രസ്റ്റിൻ്റെ ആംബുലൻസുമായി ചെന്ന് അയാളെ എടുത്ത് മുക്കം ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. രോഗി അവശനായിരുന്നതിനാൽ അന്നേരം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഹൗസ് സർജൻ ആംബുലൻസിനടുത്ത് വന്ന് പരിശോധിക്കുകയും ഉടൻ തന്നെ ആ ഡോക്ടർ നിർദ്ദേശിച്ച ടെസ്റ്റ് എടുക്കാൻ ഓടുകയും ചെയ്ത് തിരിച്ചു വന്നപ്പോഴാണ് ആശുപത്രിയിലെ മറ്റൊരു ഡോക്ടർ വിളിക്കുന്നുവെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ അറിയിച്ചത്. ഡോക്ടറുടെ അടുത്ത് ചെന്ന തന്നോട് അദ്ദേഹം അകാരണമായി തട്ടിക്കയറുകയും രാവിലെ 9-നും വൈകുന്നേരം 6-നും ഇടയിൽ ഇത്തരം രോഗികളെ ഇവിടെ കൊണ്ടുവരുതെന്ന് താൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് വഴക്കിടുകയും ചെയ്തതായും അബ്ദുൽ ജലീൽ പറയുന്നു. അടുത്തുള്ള ആശുപത്രി ആയതുകൊണ്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞതിൽ പ്രകോപിതനായ ഡോക്ടർ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളുകയും പിന്നാലെ പിന്തുടർന്നു വന്ന് ബഹളമുണ്ടാക്കുകയും ചെയ്തതായും ജലീൽ പറയുന്നു. മനസ്സിനും ശരീരത്തിനും ക്ഷതമേറ്റ താൻ ഉടൻ മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും അഗസ്ത്യൻമുഴിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. എന്നാൽ തൻ്റെ പരാതിയിൽ ഡോക്ടറുടെ പേരിൽ നടപടിയെടുക്കാൻ തയ്യാറാവാത്ത പോലീസ് ഡോക്ടറുമായി ഒത്തുകളിച്ച് അടുത്ത ദിവസം ഡോക്ടറുടെ പരാതി വാങ്ങി തനിക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയായിരുന്നുവെന്നും ജലീൽ പറയുന്നു. 5 വർഷത്തോളമാണ് ഈ കേസുമായി കഷ്ടപ്പെട്ടത്. മാത്രമല്ല കേസിൻ്റെ പേരിൽ ആംബുലൻസ് ഓടിക്കാൻ അനുവദിക്കാതിരുന്നതും ചാരിറ്റി പ്രവർത്തനം തടസ്സപ്പെടാനും ആശുപത്രിയിലെ ഭക്ഷണ വിതരണം മുടങ്ങാനും ഇടയാക്കി. മറ്റെല്ലാ ആശുപത്രികളും 6 മണി വരെ പ്രവർത്തിക്കുമ്പോഴും മുക്കം CHC 2 മണിക്ക് പ്രവർത്തനം നിർത്തുന്നതും ഡോക്ടർമാർ ഡ്യൂട്ടി സമയത്ത് പോലും പ്രൈവറ്റ് പ്രാക്ടീസ് തുടരുന്നതും സമയത്തിന് ആശുപത്രിയിൽ എത്താതിരിക്കുകയും ചെയ്തതാണ് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്നും ജലീൽ പറയുന്നു. ഞാൻ ഡോക്ടറെ അടുത്തേക്ക് കേട്ട് സാർ എന്തേ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇത്തരം രോഗികളെ കൊണ്ടുവരരുത് ആവരുതല്ലോ തട്ടിക്കയറുക എന്നോട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇയാൾ പ്രശ്നം ഉണ്ടാക്കും, ഇയാൾ സീറ്റിൽ നിന്നൊക്കെ എണീച്ച പ്രശ്നം. ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി ഉടനെ തന്നെ ഇയാളിൻ്റെ കൂടെ വന്ന് പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ കള്ളിത്തൂനെ കൊടുത്തിട്ടേ പോയി വിളിച്ചോളാൻ പറഞ്ഞ്. അപ്പം പിന്നെ ഇന്നേനെ കൊണ്ടുപോവുക, താങ്കളെന്നെ കൊണ്ടുപോകാൻ ഇവിടുത്തെ ജനം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടി അവസാനം അവിടെ ഇരുന്ന് പിന്നെ ഞാൻ അവിടുത്തെ സ്റ്റാഫുകൾ എന്നോട് എല്ലാം കൈകൊണ്ട് താളം കാട്ടി എല്ലാം അവിടെ പോയിക്കോളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം മുകളിലോട്ട് പോയി. 2ാമത്തെ ദിവസമാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ പേരിൽ അദ്ദേഹം പരാതി കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഞാൻ മെഡിക്കൽ കൗൺസിലിന് പരാതി കൊടുത്തപ്പം ആദ്യം പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ഡിഗ്രി ഇല്ലയെന്നും പിന്നെ ഞങ്ങൾ അന്വേഷിക്കേണ്ടെന്നും ലാസ്റ്റ് ഫൈനലിൻ്റെ വിവരാവകാശ പ്രകാരം കിട്ടിയത് ഇദ്ദേഹം പിന്നെ വെച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്. ഔദ്യോഗിക പദവി ഉപയോഗിച്ച് സ്വാധീനം ചെലുത്തി DMIയുടെ ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് പോലും തനിക്ക് അനുകൂലമാക്കുകയും അന്വേഷണം അട്ടിമറിക്കുകയുമാണ് ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ജലീലിന് പരാതിയുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഡോക്ടർക്കെതിരെ തെളിവില്ലെന്ന് പറഞ്ഞ അധികൃതർ ഇപ്പോൾ ഡോക്ടർക്കെതിരെ തെളിവ് നൽകിയതായി ജലീൽ പറയുന്നു. ഈ കള്ളക്കേസ് മൂലം തനിക്കുണ്ടായ ധനനഷ്ടവും മാനനഷ്ടവും പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. EMO ആണ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും മനുഷ്യാവകാശ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചതും. അപ്പോൾ അത് പിന്നെ എന്തായാലും ഞാനത് നിയമ പോരാട്ടത്തിൽ തന്നെയാണ്. കാരണം നീതി ലഭിക്കണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും. കാരണം നമ്മൾ അനേകായിരം അനാഥ മക്കളെയും പറ്റിയ മുരിങ്ങ വാജിൻ്റെ മകനും കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടിൽ നീതിക്ക് വേണ്ടി ഞാനിത് മുന്നേറും. അതുകൊണ്ട് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കോടതിൻ്റെ ഭാഗത്തുനിന്നും ഈ നീതി ലഭിക്കും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. CTV പ്രാദേശിക വാർത്ത മുക്കം.